കുണ്ടളംകുഴി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ മഴയൊക്കെ പെയ്ത് ഒരു തോട് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നു. പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. ആ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്തു നിന്നാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. ഫ്രണ്ടിൽ നദി കണ്ടുകൊണ്ട് കാർ അവിടെ നിർത്തി നടന്നിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു പമ്പ് ഹൗസുണ്ട്. കൂടാതെ നദി ക്രോസ് ചെയ്താൽ അപ്പുറത്ത് കയറിപ്പോകാനൊരു വഴിയൊക്കെ കാണുന്നു. ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ആളുകൾ നടന്നു പോയിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. കണ്ടില്ലേ, നടപ്പാത പോലെ ഉണ്ട്. ഇതിൻ്റെ മേളിൽ കൂടെ കയറി അപ്പുറത്തേക്ക് നടന്നിങ്ങനെ പോകാം. നല്ല രസമുള്ളൊരു സ്ഥലം. ബ്രൂക്ക് ആൻഡ് ബോൾഡേഴ്സ് എന്ന് പറഞ്ഞ റിസോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. Your destination is on the right. റിസോർട്ടിനകത്ത് പ്രവേശിച്ച് ചെക്ക് ഇൻ കഴിഞ്ഞ് റൂമിലെത്തി സാധനങ്ങളെല്ലാം വെച്ചു. അത് റിസപ്ഷൻ കം പാർക്കിംഗ് ഏരിയയാണ് കാണുന്നത്. ഇതാണ് ഞങ്ങൾക്കായിട്ട് അലോട്ട് ചെയ്തിരിക്കുന്ന കുടിൽ. തറവാട് ടൈപ്പ് എന്ന് പറയും. നിറഞ്ഞൊഴുകുന്ന ഒരു അരുവി ബ്രൂക്ക്. ചുറ്റും പാറകൾ, ബോൾഡേഴ്സ്. അതിനിടയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ, കുടിലുകൾ താമസിക്കാനായിട്ടുള്ളത്. ഫാമിലി മൊത്തമായും ഫ്രണ്ട്സായിട്ടും വന്ന് സമയം ചെലവഴിക്കാം. ബ്രൈമൂർ വനമേഖലയിൽപ്പെട്ട സ്ഥലത്ത് ഇടിഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. റിസോർട്ടിൻ്റെ രാത്രി ഭംഗി ആസ്വദിക്കുവാനായി ഒരു സഞ്ചാരം. രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമുക്ക് ഈ പരിസരമൊക്കെ ഒന്ന് നടന്ന് കാണാം. അരുവിയുടെ ഈ ഭാഗത്ത് ഇറങ്ങി കുളിക്കാം. ഞങ്ങൾ കുളിക്കുന്ന ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പടക് വഴിയാണ് ഇറങ്ങി വരുന്നത്. സ്റ്റെപ്സ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പകൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം. രാത്രിയിലും കുളിക്കേണ്ടവർക്ക് കുളിക്കാൻ ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ പൂളിൻ്റെ താഴ്ഭാഗമാണ്. രാവിലെ ഈ പ്രദേശമെല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. പ്രഭാത സവാരിക്കായി റിസോർട്ടിൽ നിന്നും യൂക്കാലി കാടുകളിലൂടെ മുകളിലേക്ക് പോവുകയാണ്. ആന ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് റിസോർട്ടുകാർ പറഞ്ഞിരുന്നു.
ഇതുവരെ ഒന്നിനെയും കണ്ടില്ല. നടന്ന് മലയുടെ മുകളിലെത്തിയപ്പോൾ അതാ കയറി വന്നതിനെക്കാട്ടിൽ വലിയൊരു മല, ചുറ്റും സാധാരണ കാടുകൾ. അടുത്ത ഇറക്കമായി. ബ്രൈമൂർ എസ്റ്റേറ്റിലെ സ്വാമി ബംഗ്ലാവിൻ്റെ മുറ്റത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ചെറിയ മഴയുണ്ട്, അത് കാരണം നല്ല മൂടൽമഞ്ഞ്. ഞങ്ങൾ വന്ന സമയത്ത് മലനിരകളൊക്കെ വ്യക്തമായി കാണാമായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ ഇതായിട്ടേ കാണുകയുള്ളൂ. നമുക്ക് നോക്കാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം കാണാൻ പറ്റുമോ ഇല്ലയെന്ന്. നമ്മൾ രാവിലെ നടക്കാൻ പോയപ്പം കണ്ട മലയുടെ മറു സൈഡാണിത്. മഴ മാറി മേഘങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. അടുത്തല്ല ഞങ്ങൾ നിൽക്കുന്നത്, വളരെ ദൂരെയാണ്. പല നിലകളിലായി ഒഴുകുന്ന മാഡം വാട്ടർഫോൾസ്. പ്രിയമുള്ളവരെ, രണ്ട് വ്യത്യസ്ത വെള്ളച്ചാട്ടങ്ങൾ സംഗമിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ബ്രൈമൂർ എസ്റ്റേറ്റിനകത്ത് മാഡം ഫോൾസും മറ്റൊരു ഫോൾസ്, അവിടെ മരം വീണ റോഡ് ബ്ലോക്ക്ഡാണ്. ആ വെള്ളച്ചാട്ടവും കൂടെ വന്ന് ചേരുന്ന സംഗമ സ്ഥാനമാണിത്. അതിമനോഹരം. ബ്രൈമൂർ ടീ ഫാക്ടറിയുടെ ഒരു വിസിറ്റ് കഴിഞ്ഞ് വെളിയിലിറങ്ങി നിൽക്കുകയാണ്. വീഡിയോ എടുത്തിട്ടില്ല, വന്ന് കാണുക. ആയിരത്തി 1883 സ്ഥാപിച്ച് 2000 വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ടീ ഫാക്ടറിയാണ്. നിലവിൽ തേയിലച്ചെടികളെല്ലാം പറിച്ചു കളഞ്ഞ് റബ്ബർ എസ്റ്റേറ്റാക്കി മാറ്റിയിരിക്കുന്നു. അതിൻ്റെ ഓഫീസ് കെട്ടിടങ്ങളും മറ്റുമൊക്കെയാണ് ഈ കാണുന്നത്. തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന ബ്രൈമൂർ ബസ് വരുന്ന ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇത് ടീ എസ്റ്റേറ്റിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം. ഇവിടെ വന്ന് തൊഴിലാളികളെ ഇറക്കിപ്പോകും, താഴെ താമസിക്കുന്നവരെയൊക്കെ, ഉദ്യോഗസ്ഥരെയൊക്കെ. അകത്തേക്ക് പോകുന്നതിന് ഇപ്പോൾ ടൂറിസ്റ്റിന് ആളൊന്നൊക്കെ 100 രൂപ കണക്ക് ഫീസ് കൊടുത്താൽ അകത്ത് കയറിപ്പോയി വെള്ളച്ചാട്ടമൊക്കെ കാണാൻ സാധിക്കും. ഞങ്ങൾ ഉപയോഗിച്ച ജീപ്പാണ് കിടക്കുന്നത്.